നമ്മളെ പിക്കിൾ ബോൾ കളിക്കാൻ വന്നതാണ്. പിക്കിൾ ബോൾ വിത്ത് ഗബ്രു സായി. ചേട്ടനുണ്ട്, ചേട്ടൻ ഫ്രണ്ട് ഉണ്ട്. ഇവിടെ അയൂബ് ജി ഉണ്ട്. അയൂബ് ജി ഹായ്, ഗീമേ ഹായ്. ഇറങ്ങാത്ത വ്ളോഗിന്റെ 3ാം എപ്പിസോഡ്. ഇങ്ങനെ തളർത്താൻ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി പേരുണ്ടാവും. തളരരുത്. ഇഗ്നോർ ബിച്ചസ്. തോമേണ അങ്ങനെ ഇപ്പോൾ സമയം രാവിലെ 4 മണി. 4 മണിയായപ്പോൾ പിക്കിൾ ബോളും കളിച്ചിട്ട് കണ്ണ് തുറക്കാൻ വയ്യാതെ എല്ലാവരും കൂടെ തിരിച്ചു വന്നിട്ട് 5 മണിക്ക് കയാക്കിങ് ബുക്ക് ചെയ്തായിരുന്നു. തൂറാൻ പോലും സമയമില്ല. കയാക്കിങ്ങിന് പോകാൻ വേണ്ടി ഒരുങ്ങി റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ നേരെ മറ്റേ പിക്കിൾ ബോൾ കളിച്ച് നേരെ വന്ന് അതേ ഇരിപ്പിരുന്ന് ഫോണിൽ കുറച്ച് സ്പേസ് ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ നേരെ പോയി കുളിച്ച് റെഡി ആയിട്ട് നിൽക്കുന്നത്. ചേട്ടനൊക്കെ ഇപ്പോൾ എഴുന്നേറ്റ് കുളിക്കുന്നുള്ളൂ. അവിടെ നമുക്ക് 5:45 റിപ്പോർട്ട് ചെയ്യണം. ഇപ്പം നമ്മൾ ചെല്ലുമ്പോൾ 6 മണിയാവും. ഇങ്ങനെ പ്ലാൻ തെറ്റിക്കുന്ന കുറേ പേരുമായിട്ട് ട്രിപ്പിലുണ്ടെങ്കിൽ കുശാലായി. എന്തായാലും നമ്മൾ നേരെ പോവാണ് ഗൈസ്. പോയിട്ട് അവിടെ ചെന്നിട്ട് കയാക്കിങ്ങിൻ്റെ പരിപാടിയൊക്കെ കാണിക്കണം. അപ്പോൾ നമ്മൾ കയാക്കിങ്ങിന് വേണ്ടി വന്നിട്ട് സോമലിച്ചാൻ ഇവിടെ തിന്നിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കയാക്കിങ് ഫസ്റ്റ് ടൈമാണ് ഗൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫോൺ എടുത്ത് ഇവിടെ വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാളുടെ ഫോൺ മാത്രമേ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ചേട്ടൻ്റെ ഫോൺ എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വിഷ്വൽസ് ഒക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. ഞാൻ എൻ്റെ ഫോൺ എടുത്ത് ഇതിൻ്റെ അകത്ത് വെക്കാൻ പോവാണ്. സോ സീ യു ഗൈസ് ബൈ. അപ്പോൾ നമുക്ക് ലൈഫ് ജാക്കറ്റ് സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, എനിക്ക് ഇതിൻ്റെ കൂടെ വിസിലുണ്ട്. എനിക്ക് കൊണ്ട് വിസിൽ. ഇതെന്താ ചെയ്യുന്നത്? ഇവിടെ ഒരാള് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ നടക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് തുഴ കിട്ടിയിട്ടുണ്ട്. ഇന്ന് പൊളിക്കും. തുഴയൊക്കെ വെച്ച് നമ്മൾ സെറ്റാണ്. അവ പഠിപ്പിച്ചു തരും. പക്ഷേ പറഞ്ഞ ചേട്ടൻ ബ്രീഫ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇല്ലാതെ തുഴയാ. ഓക്കെ, താങ്ക് യു ചേട്ടാ. സെറ്റ്. സോ ലെറ്റ്സ് ഗോ ഗൈസ്. ഒരുത്തിനെന്തോ ആക്കറാന്നും കയറിയ പോലെ മറ്റേ കാറൊക്കെ ഇട്ട് ഓടിക്കുന്ന പോലെ ഇത് ഓടിക്കുന്നു, കറക്കുന്നു. എന്തുവാണത്? ആ സാരഥി ഒന്ന് കണ്ട്. നമുക്ക് വള്ളം പഴയ അറിയാം നേരത്തെ തൊട്ട്. അതുകൊണ്ടൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതിന്റെ അഡ്വാൻറ്റേജ് നമുക്ക് നല്ലപോലെ ഉണ്ട്. പക്ഷെ ഇത് വേറൊരു രസമാണ്. മറ്റേ വള്ളം നമ്മുടെ ഈ വള്ളമാണ് നമ്മൾ തുടങ്ങിയത്. ഇത് സിംഗിൾ ഇത് ഡബിൾ ഇതിൽ നമ്മൾ ആദ്യമായിട്ടാ. ബട്ട് സ്റ്റിൽ രസമുണ്ട്. അത് നമ്മുടെ കൂടെ ഉള്ള സാരഥിയാണ്. അത് ഭയങ്കര കോമഡിയാണ്. അല്ലെ ഇപ്പൊ കപ്പല് മുങ്ങും, ടൈറ്റാനിക് ആവും. ഇതുവരെ നമ്മുടെ ചെറുക്കിന് അവിടെ വള്ളം കിട്ടിയില്ല. പക്ഷെ ബോട്ട് കിട്ടിയില്ല. നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ മണിക്കൂറായി ഇതുണ്ടോ വെള്ളത്തിൽ ഇങ്ങനെ ഇരിക്കുക. അവര് വള്ളം ഒന്ന് പരിചയം ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കയറാൻ വന്ന് ഞങ്ങളിത് ഭയങ്കര പരിചയമായി. സെറ്റായി ഇവിടെ. പുള്ളി വന്നിട്ട് വേണം നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ അതിന് സൈസിന് പറ്റിയ വള്ളം ഇതുവരെ അടുത്തില്ല കരയ്ക്ക്. പുറപ്പെടുന്നേ. ആർമി ബോട്ടിലൊക്കെ വരുന്നു മച്ചാൻ. പിണങ്ങി തന്നെ പോവാതായോ. നമ്മളൊരു 1 മണിക്കൂറായി. പക്ഷെ വൈബുണ്ട്, മടുത്തിട്ടില്ല. ഞാൻ തിരിക്കട്ടെ. നല്ല വൈബുണ്ട്. ഈ സാധനം തിരിയുന്നില്ലല്ലോ. നമ്മൾ കുറെ മണിക്കൂറുകളായിട്ട് തുഴഞ്ഞോണ്ടിരിക്കുവാണ്. നല്ല വൈബുണ്ട്. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. പക്ഷെ കപ്പുണ്ടോ? നീ കപ്പുണ്ടോ? എന്താ തുഴഞ്ഞങ്ങാറ്റത്ത് കപ്പുണ്ടോ? ഉണ്ട്. അലിൻ ജോസോ ആണോ? നീ തിരിക്കണം. അത് തിരിച്ചു കാണിക്കടാ നീ. 1.5 മണിക്കൂർ വരും.
ഇങ്ങനെ നിരവധി വാഹനങ്ങളാണ് നമ്മളോടുള്ളത് എന്ന് പറഞ്ഞാല് നമ്മുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാല് മെയിൻ എയിം എന്ന് പറഞ്ഞാല് ആ ഏരിയയിൽ പോയിട്ട് എല്ലാവരും കൂടെ ചാടും. കാണത്ത് പോലും ഇല്ല, അങ്ങ് കോട്ടില്ല, നമ്മളിങ്ങ് പറയില്ല. നമ്മളിപ്പോ പിടിക്കും, പക്ഷെ നമ്മളാണ് എൻജോയ് ചെയ്യുന്നത്. നമ്മൾ നല്ലപോലെ എൻജോയ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് എല്ലാവരും ചാടും. ഇനി അടുത്ത് ലെറ്റ്സ് ഗോ. ഓട്ടോ ഒരു ഹായ് പറ. സംഭവം എന്താന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരും നിർത്തിക്കുന്നത് ഇപ്പൊ നമ്മള് നടുക്കായില്ലാണ് അല്ലേ? ഇവിടെ നിർത്തിയാക്കുന്നത് ഇവിടെ ചാടാൻ വേണ്ടിയിട്ടാണ്. ചാടുന്നവർക്ക് വേണമെങ്കിൽ ഇവിടെ ഫോണും സാധനങ്ങളും എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഗൈഡ് ഉണ്ട്, മുന്നിൽ കൊടുത്തിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഇറങ്ങി ചാടാം. ചാടിയ കുറച്ച് ചുഖം കിട്ടും. പിന്നെ അത്രയും ദൂരം നമ്മൾ നനഞ്ഞിരിക്കണം. പക്ഷെ ഇവിടുത്തെ വെള്ളത്തിന്റെ ഈ വരും ഇങ്ങോട്ട് വന്നപ്പോ ആ ഏരിയ അവിടെ വേസ്റ്റ് ഒക്കെ കുത്തിരി അങ്ങനെ അലമ്പ് വെള്ളം. പിന്നെ ചാടണം. അതുകൊണ്ട് ഫ്രണ്ടിൽ കൂടെ ആ ഫ്രെയിമിലേക്ക് എന്ന് കയറി നോക്ക്. കാമിയോ നിക്കാ പാട്ട് കള്ള കഴിവേറി എന്റെ നെഞ്ചപ്പുണ്ടാക്കുന്നത്. നിന്റെ മേനി തീർത്തു അയ്യോ കൊറേ നേരം വർക്ക് അയൽവക്കത്തെ ചേച്ചിമാരൊക്കെ നോക്കിയിരിക്കത്തില്ലേ? അതുപോലെ ഉണ്ട്. അവിടെ ഒരു കൊച്ചിനെ വെള്ളത്തിൽ ഇറക്കി കൊച്ചു കിടന്ന് കൈയിട്ടും കാലും ഇട്ടടിക്കുക. രണ്ടാമന്മാരൂടെ ഭയങ്കര കാര്യമായിട്ട് നോക്കിയിരിക്കും. അവന്റെ കൊച്ചല്ലേ ഇതൊരു ചോദിച്ചിട്ടുള്ള പരിപാടിയുള്ളത്. കൊച്ചിന് തിരിച്ചു കേട്ടാ ദീപം ചോദിക്കാനൊക്കെ പോകുന്നു. അത് ശരിയാണ്. ഇവിടെ വരെ വന്നിട്ട് ഇവിടെ ഇറങ്ങാന്ന് പോകുന്ന മോശമല്ലേ അല്ലേ? പിന്നെ ചാടുക അവരുടെ അടുത്ത് പോയിട്ടാണ് വെള്ളം കയറിയാ പുള്ളി എങ്ങനെയുണ്ട്. ഭയങ്കര പ്ലാനിങ് ഇവിടെ. ആ ഗൈഡിന്റെ അടുത്ത് പോയി നീന്താം. അതാകുമ്പോ അവര് അവിടെ നിപ്പുണ്ടല്ലോ. ഇപ്പൊ അവന് നീന്താൻ അറിയാം നല്ലപോലെ. എവിടെ ഇട്ടാലും നീന്തുന്നവനാ അവൻ. പറയാ ശരി ആരും വിട്ട് നോക്കി നിൽക്കട്ടെ അപ്പൊ നീന്താതെ പാട്ടായിട്ട് അവരവിടെ ഉണ്ട്. പിന്നെ നിനക്ക് നീന്തിക്കാൻ അറിയാം. ഇവിടെ 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 നീർനായ ഉണ്ടെന്ന് കേട്ടു. എന്തുവാണ് അറിയണോ? ഇതെന്തുവാടാ? വള്ളം നിറയെ വെള്ളമാണല്ലോ. കണ്ട് നോക്ക്. കൊറേ കളിച്ചു, കൊറേ എൻജോയ് ചെയ്തു. I really like this. മോചാനോ? I also like it. Okay, boy. Okay, boy. Okay, boy. Okay, boy. അടിക്കല്ലേ? Okay, boy. വിഷയം റൈറ്റ് സൈഡ് ചേർന്ന് പോണല്ലേ? ഓക്കെ, റൈറ്റ് ചേർന്ന് പോവാ. വിനായക റൈറ്റ് ചേർന്ന് പോവാൻ. റൈറ്റ് അത് വൈവ്. ഓ മാൻ. ഗൈസ്, അപ്പൊ നമ്മുടെ കയാക്കിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ ഡ്രസ്സൊക്കെ മാറി എല്ലാം കഴിഞ്ഞിട്ട്
വണ്ടി കയറി തിരിച്ച് റൂമിലോട്ട് പോകാൻ വേണ്ടിട്ട് പോയായിരുന്നു. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. വീട്ടിലെന്ന് വെച്ചാൽ അവര് ഗൈഡ് ചെയ്തത് അടിപൊളി. റൂട്ട് ആ മറ്റേ നമ്മുടെ എന്ത് രസമാണ്, അത് അടിപൊളി, ഭയങ്കര രസമായിരുന്നു ഗൈസ്. നിങ്ങള് ഒരു ഏരിയയിൽ വരുമ്പോ കാറ്റ് തന്നെ നമ്മളെ കൊണ്ടുവന്നു. നമ്മള് ചില സ്ഥലത്ത് നിങ്ങള് വീഡിയോ കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ചില സ്ഥലങ്ങളിൽ നമ്മള് തുഴയണ്ട, അങ്ങ് പൊക്കോളും, നല്ല രസമാണ്. അപ്പോൾ ഇവിടെ വരാത്തവർക്ക് ഒരു വൺ ടൈം എങ്കിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ബെറ്റർ സാധനമാണ് ഗൈസ്. എല്ലാവരും വൺ ടൈം എങ്കിലും വന്നിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യുക. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഭയങ്കര ഒരു റിലീഫായിരുന്നു മൊത്തത്തിൽ എല്ലാം കൊണ്ടും, മെൻ്റലിയും. പിന്നെ നാളെ ഇനി ബൈസൊക്കെ വരും. ബൈസ്, ഷോൾഡർ, ബാക്ക് എല്ലാ മസിലും നാളെ വേണമെന്നൊരു കോച്ച് പിടിച്ച് രാവിലെ ഒരു കിടപ്പുണ്ട്, കട്ടിലേന്ന് എഴുന്നേക്കാൻ പറ്റാതെ. 3-4 മണിക്കൂർ നമ്മൾ കണ്ടിന്യൂസ് തുഴച്ചിലായിരുന്നു. അപ്പോൾ ഇതുവരെ ഒന്നും ചെയ്യാതെ കട്ടിലേന്ന് എഴുന്നേക്കുക, കസേര ഇരിക്കുക, കമ്പ്യൂട്ടർ ഫ്രണ്ടിൽ ഇരിക്കുക, അങ്ങനെയുള്ള നമുക്ക് പറ്റിയ പരിപാടിയായിരുന്നു ഇത്. അപ്പോൾ നാളെ ഇനി എന്തായാലും പോകത്തില്ല, കൺഫേം ആണ്. ജോയിൻറ്റ് പെയിൻ ആയിരിക്കും മൊത്തം. അപ്പോൾ എന്തായാലും ബട്ട് സ്റ്റിൽ അടിപൊളിയായിരുന്നു. ലൈക്ക് അടിക്കൂ, സബ് ചെയ്യൂ, സന്തോഷിക്കൂ.